ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ അഫ്സൽ നാലിൻ്റെ ഫാമിലാണ്. അപ്പോൾ അഫ്സൽ നാലിനെ കാണുന്നത് മനസ്സിലാവും എവിടെയാണ് എത്തിയത്. എന്നാലും വീണ്ടും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഏകദേശം ഒരു 4 മാസം മുന്നെയാണ് നമ്മൾ ഈ ഫാമിലേക്ക് എത്തിയത്. ഏകദേശം 100 വെറൈറ്റിയോളം ഉണ്ട്. ഇപ്പോഴും ഇവിടെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്ലാറ്റിനം റെഡിന്റെ 8 വെറൈറ്റി പ്ലാറ്റിനം റെഡ് പറയുന്നത് അല്ലേ? പ്ലാറ്റിനം റെഡ് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അതിന്റെ റിബൺ ഉണ്ട്, കോയി ഉണ്ട്, അങ്ങനെ ഡിഫറൻസ് ആയിട്ട് 8 വെറൈറ്റി പ്ലാറ്റിനം കാരണം എവിടെയും കണ്ടിട്ടില്ല. സാധാരണ പ്ലാറ്റിനം 2 വെറൈറ്റി 3 വെറൈറ്റി ഒക്കെ കാണും. 8 വെറൈറ്റി പ്ലാറ്റിനത്തിന്റെ പല വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഇന്നത്തെ ഒരു വീഡിയോയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഏകദേശം ഒരു 10-50 വെറൈറ്റി ഗപ്പികളുടെ വീഡിയോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിലും കൂടുതലാവും. സമയം അനുസരിച്ചിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്നാ ഗപ്പികളൊക്കെ നോക്കി നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1000-ഓളം ഫ്രിഡ്ജ് കേസ് ഇവിടെ ഉണ്ടാവും. കാരണം അത്രയും 100 വെറൈറ്റി ഗപ്പികളാണ് ഇവിടെ അഫ്സൽനാനി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. 100 വെറൈറ്റി ഗപ്പികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിലും വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഓരോ സംഭവങ്ങളും നമ്മൾ ഓരോ ടാങ്കിലും പലതരം ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. കുറച്ച് ആ സൈഡിൽ നമ്മൾ ഇത് കഴിഞ്ഞാൽ അപ്പുറത്തെ സെക്ഷനിലും നമ്മൾ ഗപ്പികളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഫുള്ള് ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട്. രാവിലെ എത്തി ഏകദേശം ഒരു ഉച്ച വരേക്ക് നമുക്ക് ഗപ്പികളെ വീട് എടുക്കാനുണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ഗപ്പികൾ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് മാർക്കറ്റിലൊക്കെ എന്താണ് അതിൻ്റെ പ്രൈസൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഏതാണ്? മെറ്റൽ റെഡ് ലൈസ് അല്ലേ? അതെ, മെറ്റൽ റെഡ് റോസ് നല്ല സൈസാണുള്ളത്. നല്ല അടിപൊളി ടൈല് വരും, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ, നല്ല ടൈലും വരും. അവർക്ക് ടൈൽ കൊണ്ടൊക്കെ നീന്താൻ കൂടി ബുദ്ധിമുട്ടുണ്ട്. നല്ല വിരിഞ്ഞ് നിൽക്കുന്ന ടൈലാണ് വരുന്നത്. ഇതെങ്ങനെ മാർക്കറ്റ് ഒക്കെ റേഞ്ച് ഉണ്ടാവും? മാർക്കറ്റിൽ ഒരു 100, 150 to 200 വരും. ഏതാണ്? ജാഗ്വർ. ഓ, ഇത് നമ്മള് കുറെ ആയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയ ഒരു വെറൈറ്റി ആണ്. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ കൊണ്ടുവന്നത് ഇപ്പൊ അടുത്ത കാലത്ത് എടുത്തത്. ഇതിന്റെ ടൈൽ നല്ല ടൈലാണ്. അതേപോലെ നല്ല കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റി ആണ്. അതെ, അടിപൊളി. എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും? 200 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. അടുത്തത് സീത്രൂ കോയി. നമ്മള് സാധാരണ കാണേണ്ട പഴയ മോഡല് സീത്രൂ കോയി. അതെ അതെ, അവരുടെ ബോഡിയിലുള്ള പാർട്സ് ഒക്കെ കാണുന്നത്. അതെ 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 അതെ, നല്ല പെട്ടെന്ന് ഉണ്ടാകുന്ന വെറൈറ്റി തന്നെയാണ്. ബ്ലാക്ക് ഐ ആണ്. അതേപോലെ തന്നെ നല്ലപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ബൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇത് 150 റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് ജപ്പാൻ ബ്ലൂ ടൈൽ ബിഗ് ഇയർ. നല്ലൊരു വെറൈറ്റി ആണത്. അതെ, നല്ല ടൈലും വരും, അതേപോലെ ഇയറും വരും. ബ്ലൂ നല്ല അടിപൊളി ബ്ലൂ കളറാണ്. ഓക്കെ, നല്ല മാർക്കറ്റ് റേഞ്ച് വരും. ഇത് 200 റേഞ്ചിലാണ്, ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിങ്കു ഗള്ളിയർ വിത്ത് റിബൺ. പിങ്കുവിന്റെ ഗള്ളിയർ റിബൺ വരുന്നത്. അതെ അതെ, നല്ല വെറൈറ്റി ആണ്. പിങ്കു ഡെൽറ്റയിൽ വരുന്നത്. പിങ്കു ഡെൽറ്റ അതിന് തന്നെ ഗള്ളിയർ വിത്ത് റിബൺ വരുന്ന ടൈപ്പ്. ഇതൊക്കെ എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും? മാർക്കറ്റിൽ ഒരു 200 റേഞ്ചിലാണ് വരുന്നത് റിബൺ. ഇത് റെഡ് റോസ് ബിഗ് ഇയർ വരുന്നത്. അതെ, നല്ലൊരു വെറൈറ്റി ആണ്. നല്ലപോലെ ആരാധകരുള്ളൊരു വെറൈറ്റി ആണ് റെഡ് റോസ് ബിഗ് ഇയർ. നല്ല ഇയറും വരും, കാണാൻ 100% സ്റ്റേബിൾ ആണ്. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. നല്ല അടിപൊളി ബൾക്ക് ചെയ്യാനൊക്കെ പറ്റിയ വെറൈറ്റി ആണ്. ഇതിനൊരു 200. അടുത്തത് ശ്രീലങ്കൻ വൈറ്റ്. അതെ അതെ, ഫുള്ള് വൈറ്റ്. ഫീമെയിലിന് വൈറ്റ് ഉണ്ടാവില്ലല്ലോ, ബ്ലാക്ക് ഐ ആണ്. അതെ, ബ്ലാക്ക് ഐ ആയതുകൊണ്ട് നല്ലപോലെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. നല്ലപോലെ കുട്ടികളൊക്കെ കിട്ടുന്ന വെറൈറ്റി ആണ്. പെട്ടെന്ന് പെറ്റി വരുന്ന ഒരു വെറൈറ്റി ആണ്. 150 ആ റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ. റേറ്റ് കുറവുള്ള വെറൈറ്റികളാണ്. ഇത് പർപ്പിൾ ബെറി ഡ്രാഗൺ. അതെ അതെ, എപ്പോഴും ഡിമാൻഡാണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാണ് പർപ്പിൾ ബെറി ഡ്രാഗൺ. നല്ല ഇയർ വരും, ടൈല് കിട്ടും, ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റി. ഇതൊരു 150 ആ റേഞ്ചിലൊക്കെ തന്നെ വരുന്നത്. മൾട്ടി ഡ്രാഗൺ. അതെ, ഡ്രാഗൺ വെറൈറ്റി തന്നെ നല്ലൊരു വെറൈറ്റി ആണ്. നല്ലപോലെ 100% സ്റ്റേബിൾ ആണ്. 100% സ്റ്റെബിലിറ്റി ഉണ്ട്. നല്ല ടൈല് വരും. മെയിലും ഫീമെയിലും കാണാൻ നല്ല ലുക്കിലെ വെറൈറ്റി ആണ്. നല്ലപോലെ കുട്ടികളെയും കിട്ടും. എന്തായിരിക്കും മാർക്കറ്റിലൊക്കെ വരും? 150 രൂപ റേഞ്ചിൽ കൊടുക്കും. സ്ട്രെയിൻ ആണ്, അതുകൊണ്ട് മാർക്കറ്റിൽ ഉണ്ടാവും. അതെ അതെ.
ഇലക്ട്രിക് ബ്ലൂ. ഇലക്ട്രിക് ബ്ലൂ. ഓ, ഇതൊരു സംഭവം അല്ലേ? അതെ, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഒരുപാട് കാലമായിട്ട് നമ്മളെ ഫാമിൽ ചെയ്യണാണ്. നമ്മളെ ഫാമിന്റെ അടിത്തറ തന്നെ പറയാം. പഴയ സ്ട്രെയിനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പോലെ ബൾക്കാക്കി ചെയ്യാനും പറ്റും. അത്യാവശ്യം എല്ലാവരും എടുക്കുന്ന വെറൈറ്റിയാണ്. ഷോപ്പിലേക്കൊക്കെ അത് മെയില് നല്ല സൈസും വരും. മുകളിൽ നിന്ന് കാണാനും സൈഡിൽ നിന്ന് കാണാനും ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാണാൻ 100 രൂപ റേഞ്ചിലാണ് നമ്മള് മാർക്കറ്റിലൊക്കെ 100 രൂപ. അതില് കുറവ് കൂടുതലൊക്കെ ഉണ്ടാവും പല ആൾക്കാരെ കയ്യിൽ പല റേറ്റ്. ഇത് പർപ്പിൾ ഡ്രാഗൺ ആണ്. അതെ, ഇതിപ്പോ നമ്മള് ഫാമില് ഫാമില് കുറച്ചായിട്ടുള്ള അത് കൊണ്ടുവന്നിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു വെറൈറ്റി ആണിത്. നല്ല പർപ്പിൾ ബെറി ഡ്രാഗന്റെ അതേ മാർക്കാണെങ്കിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കാണാനും എല്ലാത്തിനും കുറെ ഡിഫറൻസ് ഉണ്ട്. റിബൺ നോർമൽ നമ്മളെ കയ്യിലുണ്ട്. അതെ, ഇതിന്റെ ബ്ലൂ കളർ നല്ല കളറായി കാരണം നല്ല കളർ കിട്ടും എപ്പോഴും. പർപ്പിൾ ബെറിന്റെ ഒന്നും കൂടി കളർ കിട്ടുന്നുണ്ട്. ഫീമെയിൽ നല്ല സൈസ് ഉണ്ടല്ലോ. അതെ, ഫീമെയിൽ നല്ല സൈസ് വരും. മെയിലും ഫീമെയിലും നല്ല സൈസ് വരും. നല്ല റൗണ്ട്. എന്ത് റേഞ്ച് ഒരു മാർക്കറ്റിലൊക്കെ എന്ത് റേഞ്ചാ? ഇത് റിബണും നോൺ റിബണും രണ്ട് റേറ്റ് ആണ്. ഒരു റിബൺ ഒരു 250 അബവ് റേഞ്ച് വരും. നോൺ റിബൺ ആണെങ്കിൽ 150 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. അടുത്തത് സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല്. അതിന്റെ ബോഡിയിൽ സ്നേക്ക് സ്കിന് പ്രിന്റ് വരുന്നതാണ്. അതന്നെ, സ്നേക്ക് സ്കിൻ ബ്ലൂ ടൈല്. നല്ല വെറൈറ്റി ആണ്. നല്ലപോലെ 100% സ്റ്റെബിലിറ്റി ആണ്. നല്ലപോലെ കുട്ടികളെയൊക്കെ കിട്ടി ഉണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ്. നമ്മൾ അത്യാവശ്യം ഫാമിൽ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ രീതിയിൽ ബൾക്ക് രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ചില സമയത്തൊക്കെ ഹോൾസെയിൽ ആയിട്ടൊക്കെ കൊടുക്കാനുണ്ടാവും. 100 റേറ്റുകൾ വരുന്നത് ആ ഒരു റേറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് വെറൈറ്റി ഗപ്പികൾ നോക്കി. ഇനി നോക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞത് പ്ലാറ്റിനം റെഡിന്റെ 8 വെറൈറ്റി പ്ലാറ്റിനം റെഡ് ഉണ്ട്. അതേറ്റാണ് നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ 8 വെറൈറ്റി പ്ലാറ്റിനം റെഡ് ഒരുമിച്ച് കാണിക്കുന്നത്. അതാണ് നമ്മൾ ഇനി അടുത്ത് കാണിക്കാൻ പോകുന്നത്. 8 വെവ്വേറെ 1.5 വെറൈറ്റി ഗപ്പികളാണ്. അത് ഇനി തരംഗാൻ പോവുകയാണ്. 8 വെറൈറ്റി പ്ലാറ്റിനം റെഡുകൾ. അപ്പൊ നമുക്ക് ഓരോന്നെടുത്ത് നോക്കി നോക്കാം. ഫസ്റ്റ് അത് നോക്കാൻ പോകും നമ്മള്. ഇത് പ്ലാറ്റിനം കോയി, സാധാ പ്ലാറ്റിനം ബിഗ് ഇയർ കോയി വരുന്നത് അല്ലേ? ഇതെങ്ങനെ സ്റ്റേബിൾ എങ്ങനെയാണ്? ഇത് ഏകദേശം ഒരു 95% സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. കോയി ടൈപ്പ് വരുന്നത്. വളരെ കുറച്ച് പീസുകളൊക്കെ 1-2 കോയി ക്യാപ്പ് ഇല്ലാത്ത ഇറങ്ങും. എല്ലാത്തിനും ഇയർ കിട്ടും. 100% 100% ഇയർ കിട്ടും. എങ്ങനെ ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? ഇതൊരു 300 അബവ് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ. അടുത്തത് പ്ലാറ്റിനം റെഡ് ഗള്ളിയർ റിബൺ. ഗള്ളിയർ വിത്ത് റിബൺ വരുന്നുണ്ട്. നല്ല അടിപൊളി ഇയർ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. നല്ലപോലെ ടൈലും വരും, അതേപോലെ ഡോർസൽ എല്ലാം വരും. ഇത് മാർക്കറ്റിൽ ഇപ്പോ അധികമല്ല. നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഞാൻ വേറെ അങ്ങനെ കണ്ടിട്ടില്ല. അത്യാവശ്യം പുതിയ സ്ട്രെയിൻ ആണ്. എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? മാർക്കറ്റ് അത്യാവശ്യം വരുന്നുണ്ട്. ഒരു പ്ലാറ്റിനം റെഡ് ബലൂൺ കോയി. ഇത് പുതിയ മോഡൽ, പുതിയ വെറൈറ്റി ആണ്. ഇതും അധികം മാർക്കറ്റിൽ ഇല്ല, പറഞ്ഞിട്ടുള്ളൂ. പുതിയതായിട്ട് 2-3 മാസമായിട്ടുള്ള. അതെ. അതിപ്പോ കൊടുക്കാനായിട്ടില്ല. കൊടുക്കാൻ നമുക്കൊരു F1 ബാച്ച് റെഡി ഉണ്ട്. ഇപ്പൊ ബാച്ച് ഉണ്ട് കൊടുക്കാൻ. അതെ. സംഭവം സൂപ്പർ ആയിട്ട് കാണാൻ നല്ല ഇയറും ഉണ്ടാവും. അതേപോലെ നല്ല റൗണ്ട് ഷേപ്പ് വരിക. അടുത്തത് ഗ്രീൻ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ. ഇത് നമ്മൾ കുറെ ആയിട്ട് ചെയ്തിട്ടുള്ള വെറൈറ്റി ആണ്. നല്ലപോലെ ടൈല് വരുന്നൊരു വെറൈറ്റി ആണ് ഇത്. പ്ലാറ്റിനം റെഡ് തന്നെ ഇയറും വരും, അതേപോലെ ടൈലും വരും. ബോഡിയിൽ ഒരു ഗ്രീൻ കളർ വരുന്ന ബോഡിനകത്ത് ഇയറും ബോഡിയും കുറച്ച് ഗ്രീൻ ടച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ എന്ന് പറയുന്നത്. ഇത് റേറ്റ് കുറവാണ്. ഒരു 150 റേഞ്ചിൽ വരുള്ളൂ. പ്ലാറ്റിനം റെഡ് കോയി റിബൺ. അതെ. പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിന്റെ റിബൺ വെറൈറ്റി. ഇതിപ്പോ പുതിയതായിട്ട് വന്നതാണ്. അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ലപോലെ എൻക്വയറി ഉള്ള വെറൈറ്റിയും കൂടിയാണ്. മാർക്കറ്റ് റേഞ്ച് ഒക്കെ ഒരു അബവ് 500 ആ റേറ്റ് വരും. റിബൺ ആ റേറ്റ് വരും. ഇതിന്റെ നോർമൽ നമ്മൾ നേരത്തെ കാണിച്ചു അതൊരു 300 റേഞ്ചിലൊക്കെ വരുള്ളൂ. കൊടുക്കാല്ലേ. അടുത്തത് ഇത് പ്ലാറ്റിനം റെഡിന്റെ സൂപ്പർ ഡംബോ. നല്ല വലിയ ഇയർ വരും. അധികം ടൈലൊന്നും വരില്ല, പക്ഷെ നല്ല ഇയർ വരും. നല്ല ബോഡി തിക്നെസ് ആയിട്ട് വരുന്ന വെറൈറ്റി ആണ് ഇത് വരുന്നത്. അതെ. ഇതിപ്പോ നമുക്ക് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഒരു 2 മന്ത് റെഡി ആവുള്ളൂ. അടുത്തത് പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ.
ഇതിന് തായ്ലാൻഡ് ലൈനാണത്. തായ്ലാൻഡ് ലൈൻ അല്ലേ? ബോഡി ഒക്കെ ഫുൾ വൈറ്റ് കളറിൽ വരും, ഫുള്ള് പ്ലാറ്റിനം കളർ ഫില്ലായി വരും. അതാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് അത്യാവശ്യം ആയി നമ്മളെ ഫാമിൽ കുറെ ഐറ്റം കൊടുക്കാനുണ്ട്. അതെ അതെ. ഇതൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരും? 100 രൂപ റേഞ്ചില് വരുന്നുള്ളൂ. റേഞ്ച് വരും. നല്ലപോലെ എല്ലാത്തിനും 100% ഇയർ, എല്ലാത്തിനും ഇയറും കാര്യങ്ങളും കിട്ടും. ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റിയാണ്. അടുത്തത് പ്ലാറ്റിനം റെഡ് ഷോർട്ട് ബോഡി. ഷോർട്ട് ബോഡി നേരത്തെ കണ്ട ഒരു ബലൂൺ ടൈപ്പ് ഷോർട്ട് ബോഡി ബലൂൺ ഒക്കെ തന്നെയാണ്, ബലൂൺ മോഡൽ തന്നെയാണ്. നേരത്തെ കണ്ടത് കോഴിയായിരുന്നു. അതിന്റെ കോഴി ഇല്ലാത്ത ടൈപ്പ്, കോഴി അല്ലാത്തത്. ഇതാണ് ആദ്യം വന്നൊരു വെറൈറ്റി. ഇതിന്റെ ബോഡിയിൽ ഒരു ഗ്രീൻ ടച്ച് ഒക്കെയാണ് വരുന്നത്. നമ്മളെ ഗ്രീൻ പ്ലാറ്റിനത്തിന്റെ ഒരു അതേ ലുക്കാണ് വരുന്നത്. 200 റേഞ്ചിലാണ് വരിക മാർക്കറ്റിൽ. അപ്പൊ നമ്മളെ പ്ലാറ്റിനത്തിന്റെ ഐറ്റംസ് 8 ഐറ്റംസ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഞാൻ അടുത്ത നോക്കാൻ പോകുന്നത് വൈറ്റ് ടെക്സ്റ്റഡോ റിബൺ. ആണ്. ടെക്സ്റ്റോഡിൽ റിബൺ വരുന്നത്. ടെക്സ്റ്റഡോ പഴയ കാലത്തിലെ ടെക്സ്റ്റോഡിന്റെ വൈറ്റ് ടെക്സ്റ്റഡോന്റെ റിബൺ ആണ്. അത്യാവശ്യം ആൾക്കാര് ചോദിക്കുന്ന വെറൈറ്റി ആണ്. പഴയതാണെങ്കിലും നല്ലപോലെ ഡിമാൻഡുള്ള വെറൈറ്റി ആണ്. എങ്ങനെയാണ് റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? ഇത് 200 250 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ബ്ലോണ്ട് കോയി. അതെ. നല്ല ബലൂൺ ടൈപ്പിലാണ് ഇത് വരിക. നല്ല അടിപൊളി സാധനം, 100% സ്റ്റേബിൾ ആണ്. ഇപ്പൊ കുറച്ചായിട്ടുള്ളത് ഇറങ്ങിയിട്ട് ഏകദേശം എല്ലായിടത്തും കാണുന്നുണ്ട്, പക്ഷെ അധികം ആയില്ല. ഫീമെയിലാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ, മെയിലും ഫീമെയിലും കാണാൻ ഭംഗിയുണ്ട്. ഫീമെയിൽ ഒന്നും കൂടി സൈസ് നല്ലപോലെ കിട്ടുന്നുണ്ട്. മെയിലിന് സൈസ് കുറവാണ്, ഫീമെയിലിനെ അപേക്ഷിച്ച് മെയിലിന് സൈസ് കുറവാണ്. എന്തായിരിക്കും റേഞ്ച് ഒക്കെ വരിക? 200 ആ റേഞ്ചിലാണ് ഇപ്പൊ മാർക്കറ്റ് റേറ്റ് വരുന്നത്. ഇത് ബ്ലൂ പാണ്ട ബിഗ് ഇയർ വരുന്നത്. മെയില് സ്മാൾ സൈസ്, ചെറിയ സൈസാണ്, പക്ഷെ ഇയർ ഉണ്ടാവും. പ്രായം കൂടുന്നതനുസരിച്ച് ഇയറിന്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ കൂടി വരും. ഫീമെയിൽ നല്ല സൈസ് വരും. പക്ഷെ ഫീമെയിൽ കാണാൻ ഭംഗി കുറവാണ്. മെയിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. എന്തായിരിക്കും ഇതിന്റെ റേഞ്ച് വരിക? റേഞ്ച് 100 ആ റേറ്റിലൊക്കെ തന്നെ വരുന്നുള്ളൂ. പിങ്കു ഡെൽറ്റ ടൈല് വരുന്നത് നോർമൽ ആയിട്ടില്ല. അതെ. ഇത് അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ്. അതെ, വെറൈറ്റി കളർ തന്നെയല്ലേ? അതെ, വെറൈറ്റി കളറാണ്. ഇതെന്തായിരിക്കും ഇതിന്റെ മാർക്കറ്റ് റേഞ്ചിലൊക്കെ? ഒരു 150 റേഞ്ചിൽ അങ്ങനെ വരുന്നുള്ളൂ. ഇത് ടൈഗർ ഹാഫ് മൂൺ ടൈലാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ് അല്ലേ? അതെ, കാണാൻ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. നല്ല ടൈലും ഉണ്ട്. അതേപോലെ ബോഡിയിലൊക്കെ ഒരു പ്ലാറ്റിനം കളർ പോലെ. ഫീമെയിലും കുറച്ച് ബുദ്ധിമുട്ടല്ലേ? മെയിലും ഫീമെയിലും ടൈല് വരും. ഇതൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റേഞ്ച് വരിക? ഇത് 150 റേഞ്ചിലൊക്കെ മാർക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ. ഫുൾ ഗോൾഡ് അല്ലേ? ഫുൾ ഗോൾഡിന്റെ ഗള്ളിയർ പഴയ കാലത്ത് ആ ട്രെൻഡ് ആണ് അല്ലേ? അതിന്റെ ഗള്ളിയർ വരുന്നത്. അതെ, നമ്മൾ ആദ്യം നല്ല സൈസ് വെക്കില്ല ഫീമെയിൽ? മെയിലും ഫീമെയിലും നല്ലപോലെ സൈസ് വരും. നല്ല ഇയറും വരും. കാണാൻ നല്ലപോലെ ആരാധകരൊക്കെ എല്ലാ വെറൈറ്റി ആണ്. ഇഷ്ടം പോലെ വിറ്റ് പോകും. എത്ര ഉണ്ടായാലും നല്ല ഗോൾഡ് 916 ഗോൾഡ് തന്നെയാണ് അല്ലേ? അതെ. നല്ല സൈസ് മെയിൻ പ്രാധാന്യം. അതിന്റെ ഫീമെയിലും മെയിലും നല്ല സൈസ് വെക്കണം. നല്ല സൈസ് വരും. ഗള്ളിയർ വരുന്നത്. ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരും മാർക്കറ്റില്? 300 റേറ്റിലാണ് നമ്മൾ മാർക്കറ്റ് റേറ്റ് വരും. ഇത് യെല്ലോ ടാക്സി വരുന്നത് നമ്മളെ വൈറ്റ് ടെക്സ്റ്ററിന്റെ നമ്മളാ കൊറോണ സമയത്ത് ഞാൻ എടുത്തത്. അന്ന് ഏകദേശം ഒരു 1000 എബോവ് റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ബൾക്കായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ്. സൈസ് വെക്കും ഫീമെയിലിനെ പ്രത്യേകിച്ച് നല്ല സൈസ് വരും. നല്ലപോലെ തുടക്കക്കാർക്ക് പറ്റിയ സാധനം, പെട്ടെന്ന് പറ്റിയ കുട്ടികളെ. മാർക്കറ്റ് റേഞ്ച് ഒക്കെ 100 റേറ്റിലാണ് വരുന്നുള്ളൂ മാർക്കറ്റ് വരുന്നത്. അതെ. HB റെഡ് കോളി ഡോർസൽ ഇതൊരു പഴയ സ്ട്രെയിൻ ആണ്, പക്ഷെ നല്ല പോലെ എന്നും ഡിമാൻഡിലുള്ള ഒരു വെറൈറ്റി ആണ്. നല്ല കാണാൻ ഭംഗി, നല്ല റെഡില് നല്ല അടിപൊളി വെറൈറ്റി. ഡോർസൽ വരും. പ്രായം കൂടുന്നതനുസരിച്ച് ഡോർസൽ സൈസായി വരും. അതേപോലെ ടൈലും മെയിലും ഫീമെയിലും അടിപൊളി ലുക്കാണ്. നല്ലപോലെ ഒരു 150 റേഞ്ച് ആക്കെ വരുന്നുള്ള. ലസൂരി ബ്ലൂ നമ്മുടെ ഫാമിൽ കുറെ ആയിട്ട് ചെയ്യണം. നമ്മളെ എല്ലാ പ്രാവശ്യവും വീഡിയോ എടുത്തിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ലസൂലി ബ്ലൂ. അതെ. ജപ്പാൻ ബ്ലൂട്ടൈൻ. അത് മുകളിലും അടിഭാഗം ഒക്കെ കളറാവും. പ്രായം കൂടുന്നതനുസരിച്ച് മുകൾ ബോഡി ഫുള്ള് കളർ കയറി വരും. നല്ലപോലെ വിറ്റ് പോകുന്ന വെറൈറ്റി ആണ്. നമ്മൾ അത്യാവശ്യം നല്ലപോലെ കുട്ടികൾ ഇറക്കി കൊടുക്കുന്ന വെറൈറ്റി ആണ്. 100 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഇതിന്റെ റിബണും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അടുത്തത്
ഇത് വൈൽഡ് കോയി സീഫിൻ റീബാണ്. ഇതൊരു പുതിയ വെറൈറ്റി ആണ്. അതെ, ഇതിന്റെ വൈൽഡ് കോയിയാണ് നമ്മളിപ്പോ കാണുന്നത്. റിബൺ ടൈപ്പ് ആണ് ഇത് കാണുന്നത്. ഇതിന്റെ നോർമൽ ടൈപ്പും ഉണ്ട് നമ്മളത്. മാർക്കറ്റ് റേഞ്ച് വരും. ഇത് അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ്. പുതിയ സ്ട്രെയിൻ ആണ്. 700 റേറ്റ് ഒക്കെ വരും. ഇത് മോസ്കോ ഗ്രീൻ. നല്ല അടിപൊളി ഒരു വെറൈറ്റി ആണ്. നല്ല പോലെ കളർ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നല്ല പോലെ കുട്ടികളെ കിട്ടും. പെട്ടെന്ന് പെരുകി ഉണ്ടാകുന്ന വെറൈറ്റി ആണ്. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ്. റേറ്റ് കുറവാണ്. തുടക്കക്കാർക്ക് പറ്റിയ റേറ്റ് 150, 200 ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മാർക്കറ്റ് റേറ്റ് വരുന്നത്. ബ്ലൂ ഇയർ. അതെ, ആൽബിനോ വെറൈറ്റി ആണ്. AFRന്റെ കുഴപ്പമില്ലാത്ത വെറൈറ്റി ആണ്. അത്യാവശ്യം നല്ല പോലെ ഡിമാൻഡുള്ള വെറൈറ്റി ആണ്. എല്ലാത്തിനും ഇയർ കിട്ടില്ലേ? എല്ലാത്തിനും ഇയർ കിട്ടും. ഇതൊക്കെ എന്തായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരിക? 200 റേറ്റിൽ വരുന്ന റേറ്റ് ആണ്. ഫ്രണ്ട്സ്, നമ്മൾ അത്യാവശ്യം ഗപ്പികളൊക്കെ നോക്കി. ഇനിയാണ് ഒരു സംഭവം, ഒരു ഗപ്പി. അത് അൽബിനോ റെഡ് ഇയർ കോയി. എല്ലാവർക്കും ഇഷ്ടമുള്ള, എപ്പോഴും നല്ല എൻക്വയറി, ഏത് ഫാമിലാണെങ്കിൽ ആളുകൾ ആദ്യം ചോദിച്ചു വരുന്ന ഒരു സംഭവമാണ് റെഡ് ഇയർ കോയി ഉണ്ടോ. പക്ഷെ നമ്മളെ അഫ്സൽ നായിന്റെ കയ്യിൽ അത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. അതൊരു സംഭവമാണ്. നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഇവിടുത്തെ അൽബിനോ കോയിയുടെ റെഡ് ഇയർ ആണ്. അപ്പോൾ എന്തായാലും നമുക്കത് ഗ്ലാസ്സിക്ക് എടുത്ത് നോക്കും ചെയ്യാം. അതിന്റെ സ്റ്റോക്ക് നമുക്ക് കാണാം. ഓക്കെ, ഇത്രയും വലിയ ബ്രൂഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടല്ലേ ഇത്. എത്ര ബ്രൂഡുണ്ട്? എത്ര കടക്കുണ്ടാവും ഇത്? ഇതൊരു 50 പേരിന്റെ മുകളിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന നല്ല സൈസിലെ വെറൈറ്റി ആണ്. നമ്മളിപ്പോ ക്ലാസിക്ക് എടുത്താണ് ഇപ്പൊ കൊടുക്കാനുള്ളത്. ക്ലാസിക്ക് എടുത്താൽ കൊടുക്കാനുള്ളതാണ്. അത്യാവശ്യം സൈസിലൊക്കെ കൊടുക്കാറുണ്ട് നമ്മളത്. ശരിക്കും മാർക്കറ്റിൽ എന്ത് റേഞ്ച് വരും? മാർക്കറ്റിൽ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ്. പല ആൾക്കാർക്കും പല റേറ്റ് ആണ്. നമുക്ക് കറക്റ്റ് ഒരു റേറ്റ് നമ്മൾ പറയുന്നില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഇഷ്ടം പോലെ ഇവിടെ കൊടുക്കാണ്ട്. അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഈ ബേസിൽ കാണുന്നത്. അതെ അതെ, ഇത്രയും കുഞ്ഞുങ്ങളോട് ഉണ്ടായിട്ടുണ്ട്. അത് കുറെ ഉണ്ട്. നമ്മളതെന്ന് വെച്ചാൽ ബേസിനകത്ത് വെച്ചിട്ടുള്ളത് ഒരു 15 ദിവസമൊക്കെ ബേസിനകത്ത് നിർത്തുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് വാസിനേക്ക് മാറ്റും സൈസ് കൂടുന്നതനുസരിച്ച്. ഫസ്റ്റത്തെ ഒരു 15 ദിവസം, ഒരു മാസത്തിന്റെ ഉള്ളിൽ ഇവിടെ നിർത്തിയിട്ട് അർട്ടിമയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളർത്തും. പിന്നെ പുറത്തേക്ക് ഇറക്കി വിടും. അവിടുന്ന് സൈസ് ആവുള്ളൂ. അർട്ടിമിനെ എല്ലാത്തിനും കൊടുക്കണം. എല്ലാത്തിനും എല്ലാത്തിനും ഒരു നേരം അർട്ടിമി കൊടുക്കും. പിന്നെ ഡ്രൈ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഫുഡുകൾ പലവിധ ഫുഡുകളും ഞാൻ കൊടുക്കുന്നുണ്ട്. മിക്സ് ആക്കിയിട്ട് കൊടുക്കല്. ഇതിപ്പോ ഈ ഇത് കാണിക്കുന്ന ഫീമെയിലൊക്കെ എത്ര മാസം ഉണ്ടാവും? ഇതൊരു സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ ആയിട്ടുള്ളൂ ഇപ്പൊ. ഫസ്റ്റ് ബ്രീഡിംഗ് കഴിഞ്ഞ് സെക്കൻഡ് ബ്രീഡിംഗ് ഒക്കെ ഇറങ്ങൽ തുടങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ പല സ്റ്റേജിലുള്ള ബ്രൂഡ് സ്റ്റോക്ക് എന്റെ കയ്യിലുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഇതിന്റെ കളർ കൂടി വരും. ഔട്ട്ഡോറിൽ ചെയ്യുകയാണെങ്കിൽ, വെയില കറങ്ങോട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കളർ കയറും. ഫസ്റ്റ് ബ്രീഡിംഗിന് ആകുമ്പോൾ ഫുൾ കവർ തന്നെ കളറായി കിട്ടും. ഇത് നമ്മളൊരു കോഴിക്കാർപ്പിന്റെ ഒരു സൈസ് കുറെ എണ്ണം ഇങ്ങനെ നിൽക്കണ കാണുമ്പോ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ്. നമുക്ക് എത്ര പീസ് ഉണ്ടാവും ഇപ്പോൾ? ഇതുണ്ട് ഒരു 10, അധികമൊന്നുമില്ല. നമ്മള് ഒരു 500 പീസൊക്കെ സ്റ്റോക്ക് ഉണ്ട്. ഇത് മോസ്കോ ചോക്ലേറ്റ്. നല്ല ചോക്ലേറ്റ് കളറാണ്. മോസ്കോ വെറൈറ്റി ആണ്. നല്ല പോലെ എന്തായിരിക്കും മാർക്കറ്റ് റേഞ്ച്? റേറ്റ് കുറവുള്ള വെറൈറ്റി ആണ്. 100 രൂപ റേറ്റിലൊക്കെയാണ് വരുന്നത്. ഐവറി പർപ്പിൾ. ഇത് നല്ലപോലെ ഉണ്ടാകുന്ന വെറൈറ്റി ആണ്. ബ്ലാക്ക് ഐ ആണ്. ബ്ലൂ വെറൈറ്റി ആണ്. പിന്നെ മുസൈക്ക് പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിന് 2 കളറൊക്കെ വരും. ഇതിനെ കാണാൻ ഒരു റെഡ്, അതേപോലെ ഒരു ബ്രൗൺ കളറിൽ അങ്ങനെയൊക്കെ വരും. എന്തായിരിക്കും റേഞ്ച്? ഇത് 150 റേഞ്ച് വരുന്നുള്ളൂ. ഗ്രാസ്. ഗ്രാസ് ടൈപ്പ് വരുന്നത്. അതെ, ടൈല് ഗ്രാസ് ടൈപ്പ് ആണ്. ഇത് സ്റ്റേബിൾ ആണ്. നല്ലപോലെ കുട്ടികളെ കിട്ടുന്ന വെറൈറ്റി ആണ്. അതെ അതെ, നല്ല ഇമ്മ്യൂണിറ്റി പവറുള്ള ഒരു ഗപ്പിയാണ്. ഇതിന്റെ ഫീമെയിൽ ഒരു എന്താ പറയാ, നല്ല കാണാനൊന്നും അധികം ഭംഗിയില്ല, പക്ഷെ നല്ല പെട്ടെന്ന് പറ്റിപ്പരിക്കുന്ന ഒരു വെറൈറ്റി ആണ്. മാർക്കറ്റ് റേഞ്ച് ഇതൊക്കെ റേഞ്ച് ഒരു 100 റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫാമിൽ ഡെവലപ്പ് ചെയ്തൊരു സ്ട്രെയിനും കൂടിയാണ് കേട്ടോ. കുറെ ആയി ചെയ്തിട്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇതിനെ ഇട്ടിട്ടുള്ളതാണ്. മെറ്റൽ ബ്ലാക്ക്. ഇത് നല്ലപോലെ കാണാനൊക്കെ നല്ല ടൈലല്ല, കാണുമ്പോൾ നല്ല ഇതുള്ള വെറൈറ്റി ആണ്. അതേപോലെ ബോഡിയിൽ മെറ്റൽ പ്രിന്റ് വരും. അതാണ് അതിന്റെ ഒരു മെറ്റൽ ബ്ലാക്ക് എന്ന് വരാൻ കാരണം. ഓക്കെ, പിന്നെ ഇത് 100 റേറ്റ് ആ റേഞ്ചിലൊക്കെ വരത്തുള്ളൂ.
ഇന്തോനേഷ്യൻ മൊസൈക്ക്. ഇന്തോനേഷ്യൻ മൊസൈക്ക്. അതെ, ഇത് നമ്മള് ഒരുപാട് കാലമായിട്ട് നമ്മള് ഫാമിൽ ചെയ്യുന്നതാണ്. നിറയെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്ന വെറൈറ്റി ആണ്. ഒരു 100 കുട്ടികളെ വരെ ഒരു ഫീമെയിലിന് കിട്ടും. കുഞ്ഞുങ്ങളെ കഴിക്കൂല, പെട്ടെന്ന് ബൾക്ക് അടിക്കാൻ പറ്റിയവർക്കൊക്കെ ഷോപ്പുകാർക്കൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ വെറൈറ്റി. ഇത് റേഞ്ച് 100 ആ റേഞ്ചിലാണ്. ഇത് ബ്ലൂ മൊസൈക്ക്. ടെയിലാണ് അതിന്റെ പ്രാധാന്യം. മെയിലിനും ഫീമെയിലിനും നല്ല പോലെ ടൈല് വരും. ഇതൊരു സെമി അഡൽട്ട് സൈസ് ആണ്. അതെ, അതെ, ഭയങ്കര സൈസ് ടൈല് വരും. അതെ അതെ, ഇപ്പൊ ഈ കാണുന്ന സെയിം സൈസ് തന്നെയാണ് ഇപ്പൊ നമ്മളത് കൊടുക്കാറുള്ളത്. സെയിം പീസ് തന്നെയാണ് കൊടുക്കാറുള്ളത്. 100 റേഞ്ചിൽ തന്നെ വരുന്നത്. ഇങ്ങനത്തെ കുറെ വെറൈറ്റികൾ നമ്മളത്തുണ്ട് 100 റേറ്റിൽ വരുന്നത്. അതിനാ കുറെ എണ്ണം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാണിക്കാത്തതൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഡാർക്ക് ബ്ലൂ വരുന്നത്. അതെ, നമ്മളെ ഇലക്ട്രിക് ബ്ലൂവിന്റെ അതേ ഒരു കാറ്റഗറി പെട്ട തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഹെഡിൽ നല്ല പോലെ ബ്ലൂ കളർ വരും. നല്ല ബ്ലൂ കളർ വരും, ഹെഡിലും വരും. ഇലക്ട്രിക് ബ്ലൂ ആണ് വ്യത്യാസം വെച്ചാൽ ഗ്രീൻ കളർ ആണ്. ഇതൊരു ബ്ലൂ കളർ തന്നെയാണ്. 100 റേഞ്ചിൽ വരുന്ന വെറൈറ്റി ആണ്. ഇത് സാന്റാക്ലോസ്. ഇതെന്താ റേഞ്ച് വരുന്നത്? ഇതിന്റെ പ്രത്യേകത ഇയർ ഉണ്ടാവും. പഴയ മോഡലല്ല, അതെ, കുറച്ചായി ഇറങ്ങിയിട്ട്. ഇതിപ്പോ നമുക്ക് കുറച്ചേ ഉള്ളൂ കൊടുക്കാൻ. ഇപ്പൊ സ്റ്റോക്ക് കുറവാണ് നമ്മളത്. എങ്കിലും ഉണ്ട്, അത് ചില സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും, ചില സമയത്ത് കമ്മി വരും. ഇപ്പൊ പെട്ടെന്ന് കുറെ സെയിൽ ആയതാണ്. ഇതിന് 150 ഇയർ ഒക്കെ ഉള്ളതാണെങ്കിൽ 150 ആ റേഞ്ച് ഒക്കെ വരും. ഇത് മജന്ത ചില്ലി ബിഗ് ഇയർ. അതെ, ഇത് കുറെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വെറൈറ്റി ആണ്. നല്ല പോലെ ഇയർ കിട്ടും. ഒരു സ്റ്റേബിൾ അല്ല, 3 കളർ വരുന്ന മജന്ത ബിഗ് ഇയർ, മജന്ത ചില്ലി. പക്ഷെ എല്ലാ ഐറ്റവും നമുക്ക് ഇന്ന് വിറ്റ് പോകും. എല്ലാത്തിനും മാർക്കറ്റിൽ റേറ്റ് ഉണ്ട്. എല്ലാ പർപ്പിൾ മൊസൈക്കിന്റെ മാർക്കാണ്, 3 കളറിൽ ഇറങ്ങും. പക്ഷെ ഞാനത് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അതിൽ ഇറങ്ങുന്ന 2 വെറൈറ്റിക്കാണെങ്കിലും കൂടുതലായിട്ട് 2 വെറൈറ്റി, മജന്ത ചില്ലി, മജന്ത ബിഗ് ഇയറും. പിന്നെ ഒരു നമ്മുടെ ഡയമണ്ട് ബ്ലൂ പോലെ ഇതിനകത്തുനിന്ന് ഒരു മജന്ത റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഇറങ്ങും. പക്ഷെ അത് 1-2 പീസൊക്കെ 100 കിട്ടുള്ളൂ. ഇതൊക്കെ 100 റേറ്റിലാണ്, റേഞ്ചിലാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇത് ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ റിബൺ ആണ് വരുന്നത്. അതെ, നല്ല അടിപൊളി ടൈലും വരും. അതേപോലെ ഡോർസല് വരും. ഇപ്പൊ ഡാർക്ക് നൈറ്റിന് തന്നെ പുതിയത് വന്നതാണ് ഡാർക്ക് നൈറ്റ് പുതിയ റിബൺ അല്ലെ. ഫീമെയിൽ നല്ല സൈസും വെക്കും അല്ലെ. ഫീമെയിലും മെയിലും നല്ല സൈസ് വരും. നല്ലപോലെ കുട്ടികളെ കിട്ടുന്ന വെറൈറ്റി ആണ്. എങ്ങനെയുണ്ട് മാർക്കറ്റ് റേഞ്ച് ഒക്കെ? ഇതൊക്കെ മാർക്കറ്റ് റേറ്റ് 400 ആ റേറ്റിലൊക്കെയാണ് വരുന്നത്. ഇത് ബ്ലൂ സിൽവറാഡോ ഡംബോയർ. ബ്ലൂ ആണ് അല്ലേ? അതിന്റെ ഡംബോയർ അടിപൊളി ഇയർ ആണ്. എല്ലാത്തിനും ഇയർ കിട്ടും, നല്ലതായിട്ട് ഇയർ കിട്ടും അല്ലെ. നല്ല ഇയർ കിട്ടും. നല്ല പുതിയ മോഡലാണ്. പുതിയ മോഡലാണ്. ഇതിന്റെ ഇയർ ഇല്ലാത്ത കുറച്ച് മുമ്പ് തന്നെ മാർക്കറ്റിലുണ്ട്. ഇത് ഇയറുള്ള ടൈപ്പ് ഇപ്പൊ അടുത്ത് ഇറങ്ങിയിട്ടുള്ളൂ. എങ്ങനെ ഇത് മാർക്കറ്റ് റേഞ്ച് വരും? മാർക്കറ്റിൽ ഇതിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. 500 റേഞ്ചിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് പ്ലാറ്റിനം വൈറ്റ് ഡംബോയർ. അതെ, ഇതിപ്പോ പുതിയതായിട്ട് വന്നാണ്. കുറച്ചായി വൈറ്റുള്ള മാർക്കറ്റിൽ. അതെ, നല്ല പോലെ മാർക്കറ്റിൽ പോകുന്ന വെറൈറ്റി ആണ്. ഇതിനൊരു 300 എബോവ് തുടങ്ങും അല്ലേ. ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ അല്ലേ. സിൽവർ ആണോ? അതിന്റെ ബോഡിയിൽ സിൽവർ കളർ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ ഡാർക്ക് നൈറ്റ് ഡ്രാഗൺ തന്നെയാണ്. അതിന്റെ ബോഡിയിൽ സിൽവർ കളർ വരുന്ന ഒരു ഇതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. നല്ലപോലെ ടൈല് വരും. നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ബ്രീഡ് ആവുന്ന വെറൈറ്റി ആണ്. എങ്ങനെ മാർക്കറ്റ് റേഞ്ച് വരും? 300 ആ റേഞ്ചിലൊക്കെ വരുന്നത് മാർക്കറ്റ് റേറ്റ്. കള്ളിയർ ഫീമെയിൽ നല്ല സൈസ് വരും. മെയിലും ഫീമെയിലും നല്ല പോലെ സൈസ് വരും. ഇത് ഇയറും വരും കാണിക്കുന്നുണ്ട്. ഫീമെയിലിന് ഇയർ കാണിക്കുന്നുണ്ട്, മെയിലും നന്നായിട്ട് ഇയർ കാണിക്കുന്നുണ്ട്. അതെ, ഗള്ളിയർ ആയതുകൊണ്ട് എപ്പോഴും കുറെ ഗള്ളിയറിൻ്റെതായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഗള്ളിയർ റിബൺ ചോദിച്ചു വിളിക്കുന്ന അങ്ങനെ ഒരു വെറൈറ്റി നമ്മള് കീപ്പ് ചെയ്യുന്നത്. 300 പല റേറ്റിലും ക്വാളിറ്റിക്ക് ഡിപ്പെൻഡ് റേറ്റ് ആണ്. ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും. റെഡ് ടെക്സിഡോ, ബ്ലോണ്ട് റെഡ് ടെക്സിഡോ വരുന്നത്. ഇതൊരു അടിപൊളി ഐറ്റാണ്. ഇത് നല്ലപോലെ ബൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ വെറൈറ്റി. പക്ഷെ നമ്മളിപ്പം ബൾക്കായിട്ടൊന്നും കൊടുക്കാറില്ല. കാരണം അത് ബൾക്ക് ആവുന്നതിന് മുന്നേ തന്നെ വിറ്റ് പോവാണ്. നല്ലപോലെ ടൈല് വരും. അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത പഴയ റെഡ് ടെക്സിഡോന്റെ ഒരു ഇതിൽപ്പെട്ടാണ്. അതെ. ഇതൊക്കെ എന്തായിരിക്കും മാർക്കറ്റിൽ റേഞ്ച് വരുന്നത്?
200 ആ റേറ്റ് ഒക്കെ വരുന്നത്. അതെ, ചില്ലി മൊസൈക്ക് ഡംബോയർ. ഇത് നമ്മൾ അത്യാവശ്യം നല്ല പോലെ ബൾക്കും ചെയ്യലുണ്ട്. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ കൊടുക്കാറുണ്ട്. കുറെ ആൾക്കാർ ഇപ്പോഴും ചോദിച്ചു വരുന്നുണ്ട്. നമ്മളെ പഴയ കാലത്തെ രാജാക്കന്മാരാണ് അതൊക്കെ പ്ലാറ്റിനത്തിന്റെ കൂടെ വന്നത്. പഴയ ലൈനാണ്. കൂടുതൽ. അതെ, പഴയതാണ്. 100% സ്റ്റേബിൾ ആണ്. നല്ല പോലെ ബോഡിയിലൊക്കെ വൈറ്റ് കളർ വരും. ഇതൊക്കെ എത്ര ടാങ്കിലാണ് ഇപ്പൊ ചെയ്യുന്നത്? ഇതിപ്പോ ഒരു വലിയ ടാങ്കിനകത്ത് ഒരു 4-5 ടാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. 4 ടാങ്ക് അല്ലേ? ഇത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറെ ബൾക്കായിട്ട് കൊടുത്ത്, കുറെ ഓവറായി നമ്മളിങ്ങനെ നിർത്തിയിട്ട് കാര്യമല്ലോ. ഷോപ്പിലൊക്കെ എത്ര ഉണ്ടായാലും ടാങ്കിൽ നമുക്ക് എത്ര ഉണ്ടായാലും ഷോപ്പിൽ വിറ്റ് പോണ വെറൈറ്റി. ആ, ബ്രീഡിംഗ് സൈസ് കൊടുക്കാണ്ട്. അതെ അതെ, ബ്രീഡ് ആവാറായ സൈസ്, ഏത് സൈസ് വേണമെങ്കിലും കൊടുക്കാണ്ട്. ചെറിയ സൈസ് വേണമെങ്കിൽ ചെറുത്, ബ്രൂഡ് സ്റ്റോക്ക് വേണമെങ്കിൽ ബ്രൂഡ് സ്റ്റോക്ക്, എല്ലാ സൈസും ഉണ്ട് ചില്ലി മൊസൈക്കിന്റെ. ഇത് എങ്ങനെയായിരിക്കും മാർക്കറ്റിലൊക്കെ തുടങ്ങാം? ഇത് 100 റേഞ്ചിലാണ് തുടങ്ങുക. കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കൂല അല്ലേ? ഇല്ല, കുട്ടികളൊന്നും കഴിക്കൂല. നല്ലപോലെ കുട്ടികളൊക്കെ ഇടുന്ന വെറൈറ്റിയാ. റിബണ്, ജപ്പാൻ ബ്രൂട്ടിന്റെ റിബണ്. അതെ അടുത്ത് കാണിക്കുന്നത്. അതെ, നല്ല പീസേ ഉള്ളൂ. അതെ, ഇപ്പൊ സ്റ്റോക്ക് കുറവാ. ഇതിന്റെ നോർമൽ ടൈപ്പ് ഉണ്ട്, ജപ്പാൻ ബ്ലൂ നോർമൽ. രണ്ടും എന്തായിരിക്കും റേഞ്ച് വരിക മാർക്കറ്റിലൊക്കെ? ഒരു 100, 200 റേറ്റ് ഒക്കെ വരും. റിബൺ എല്ലാം 200 ഒക്കെ വരും. യെല്ലോ ടൈഗർ ഫീമെയിലിനും പ്രിന്റ് വരുന്നത്, മെയിലിനും ഫീമെയിലൊക്കെ ബോഡിയിൽ പ്രിന്റ് വരും. ഇത് കാണാൻ നല്ല ലുക്കില്ല വെറൈറ്റി ആണ്. നല്ലപോലെ ടൈലും വരും. മെയിലിനും ഫീമെയിലിനും ടൈല് വരും. ഫീമെയിലിന് നല്ല ടൈല് സ്റ്റേബിൾ ആയിട്ടുള്ള, അത് സ്റ്റേബിൾ ആണ്. 100% സ്റ്റേബിൾ ആണ്. മാർക്കറ്റിലൊക്കെ റേഞ്ച് 150 റേഞ്ചിലാണ് വരുന്നത്. ഫുൾ ഗോൾഡ് നോർമൽ അല്ലേ? അതെ, ഫുൾ ഗോൾഡ് ഇയർ വരുന്ന ടൈപ്പാണ്. ഫുൾ ഗോൾഡ് ബിഗ് ഇയർ. നല്ലപോലെ മാർക്കറ്റിൽ വിറ്റ് പോണ വെറൈറ്റി ആണ്. ആർക്കും ചെയ്യാനും പറ്റുന്ന വെറൈറ്റി ആണ്. തുടക്കക്കാർക്കൊക്കെ ബ്ലാക്ക് അയ്യർ ആണ്. നല്ലപോലെ ഡിമാൻഡിലെ വെറൈറ്റി ആണ്. മാർക്കറ്റ് റേഞ്ച് 150 റേഞ്ചിലൊക്കെ വരുന്നത്, ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ. അപ്പോ ഇപ്പൊ നമ്മളിപ്പോ കാണിച്ചൊക്കെ കൊറിയർ അവൈലബിൾ അല്ലേ? ഓൾ ഇന്ത്യ കൊറിയർ ഇവിടെ വന്നിട്ടും പഠിക്കാം. വിളിച്ചിട്ട് വരണം. ചിലപ്പോ ആളുണ്ടാവില്ല. നല്ലതാണ്. സ്ഥലം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് സ്റ്റേഷൻ ട്രെയിൻ വരാണെങ്കിൽ വളരെ എളുപ്പം അല്ലേ? എത്ര ദൂരം ഇടയ്ക്ക്? റെയിൽവേ സ്റ്റേഷൻ 3 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പൊ എല്ലാവരും വിളിക്കുമ്പോൾ ഇവിടെ നേരിട്ട് വരുന്നവര് വിളിച്ചു വരിക. ബാക്കിയുള്ളവരൊക്കെ കൊറിയർ ചെയ്യും, കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. മൊബൈൽ വഴി കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ അയച്ചു തരും. ആ വീഡിയോ അയച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും ഓൾ ഇന്ത്യ കൊറിയർ അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് 50 വെറൈറ്റി ആണ് എടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ? പക്ഷെ ഓരോ ഗപ്പികളെ കാണുമ്പോൾ അതിന്റെ ഭംഗി കൊണ്ടേ നമ്മൾ ഏകദേശം 4 വെറൈറ്റി അധികം എടുത്തു. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് എല്ലാ ഗപ്പികളും. ഇത്രയും ഗപ്പികൾ നമ്മൾ മാർക്കറ്റിലൊക്കെ റേഞ്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലാറ്റിനം 8 വെറൈറ്റി പ്ലാറ്റിനം റെഡ് ഉണ്ട്. പിന്നെ നമ്മളെ റെഡ് ഇയർ കോയി, അതൊരു സംഭവം തന്നെയാണ്. വലിയ സൈസിലുള്ള റെഡ് ഇയർ കോയി ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അഫ്സൽ നൈനിന്റെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള 10 ഗപ്പികൾ? സംഭവം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.